ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് എനിക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു 5 പ്രോഡക്റ്റ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് തോന്നിയ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 5 പ്രോഡക്റ്റ്സ്. ഇതിനെക്കുറിച്ച് ഒത്തിരി വലിച്ചു നീട്ടി പറയാനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് ഒക്കെ താഴെ എഴുതി അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും വൈകാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ കോലം കണ്ടിട്ട് എന്തെങ്കിലും പന്തികേട് തോന്നുന്നുണ്ടെങ്കിൽ, എന്നെ കണ്ടിട്ട് ഭയങ്കര ടയേർഡായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ടയേർഡായതുകൊണ്ടാണ്. ഇത് രാത്രി ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞു ഓൾറെഡി. ഇന്ന് വളരെ ലോങ് ഡേ ആയിരുന്നു. എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു വർക്ക് ഡേ ആയിരുന്നു. പക്ഷേ ഈ വീഡിയോ ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ പാതിരാത്രിക്ക് എണീറ്റിരിക്കുകയാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ എന്താ പറയുക, പ്രസൻറ്റേഷനിലൊന്നും ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ്. മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ഭയങ്കര ക്ഷീണമൊക്കെ തോന്നുന്നുണ്ടാവും. എനിക്ക് ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് എന്തായാലും പെട്ടെന്ന് ഈ വീഡിയോയിലേക്ക് കടന്ന് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ഐറ്റം വന്നിട്ട് ഒരു വാട്ടർ ഫ്ലോസറാണ്. ഇങ്ങനെ ഇരിക്കും സാധനം കണ്ടു കഴിഞ്ഞാൽ. നിങ്ങൾ ഫ്ലോസിനെ പറ്റി എന്തായാലും കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ യൂസും ചെയ്യുന്നുണ്ടാവും. നമ്മുടെ സ്ട്രിങ് പോലത്തെ ഫ്ലോസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബ്രഷ് പോലത്തെ ഇന്റർഡെന്റൽ ഫ്ലോസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മോണയ്ക്ക് കുറച്ച് കേടാണ്. നമ്മൾ ആ നൂലിട്ട് വലിക്കുമ്പോഴും അല്ലെങ്കിൽ ഇന്റർഡെന്റൽ ഫ്ലോസ് ഇട്ട് നമ്മൾ ചെയ്യുമ്പോഴും ചിലപ്പോൾ അത് മോണയ്ക്ക് കുറച്ച് കേടായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ എനിക്ക് ഈയിടെയല്ല, കുറച്ച് മുന്നേ ഒരു പല്ലിന് കേട് വന്നിരുന്നു. അപ്പോൾ അത് ഞാൻ ഫില്ല് ചെയ്തിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് കേട് വന്നു എന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് എൻ്റെ പല്ലുകളുടെ ഇടയിലൊക്കെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അതായത് നമ്മൾ എന്താ പറയുക, ജന്മന ഉള്ളതാണത്. അത് സാധാരണ പല്ലുകളൊക്കെ എല്ലാവരുടെയും ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് അതിൻ്റെ ഇടയിൽ വലിയ ഗ്യാപ്പ് കാണില്ല. അപ്പം എൻ്റെ പക്ഷേ പുറകിലോട്ട് അണപ്പല്ലിലോട്ട് പോകുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പുകളിൽ നമ്മൾ അറിയാണ്ട് തന്നെ ചെറിയ ചെറിയ ടൈനി ഫുഡ് പീസസ് ഒക്കെ ഇരുന്നിട്ട് പല്ല് കേടാവും. അപ്പം നമ്മൾ വായു കഴുകിയാലും ചിലപ്പോൾ ഫ്ലോസ് ചെയ്താലും പോവാത്ത ടൈനി പീസസ് ഒക്കെ കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു വാട്ടർ ഫ്ലോസർ അത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് പുള്ളിക്കാരി പറഞ്ഞു. അപ്പം ഞാൻ ഓൾറെഡി പല്ല് തേക്കാറുണ്ട്. ഒബ്വിയസ്ലി നമ്മുടെ എന്താ പറയുക, ലിസ്ട്രിൻ യൂസ് ചെയ്യാറുണ്ട്, ഫ്ലോസ് ചെയ്യാറുണ്ട്, നൂല് വെച്ചിട്ടുള്ള, അതായത് സ്ട്രിങ് പോലത്തെ ഫ്ലോസ് വെച്ചിട്ട് ഫ്ലോസ് ചെയ്യാറുണ്ട്. ഇതൊന്നും പോരാണ്ട് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സാധനമാണ് ഇത് വാട്ടർ ഫ്ലോസർ ആണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇവിടെ ബൂട്ട്സിലൊക്കെ ഇത് അവൈലബിൾ ആണ്, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഞാനാണെങ്കിൽ നാട്ടിൽ വന്ന സമയത്താണ് ഡെന്റിസ്റ്റിനെ കണ്ടതും ഈ കാര്യങ്ങളൊക്കെ ഡെന്റിസ്റ്റിനോട് പറയുന്നതും. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ നിന്ന് തന്നെ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇത് കെയർ സ്മിത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ആണ്. ഇതിൽ 300 ml വെള്ളം നിറയ്ക്കാനുള്ള താഴെ ഒരു എന്താ പറയുക റിസർവോയർ ഉണ്ട്. അതുപോലെ ഇവിടെ പല മോഡ്സ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ. അപ്പോൾ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നോസിൽ കൂടെ നമ്മുടെ വായിലേക്ക് നമുക്ക് വെള്ളം സ്പ്രേ ചെയ്യാൻ പറ്റും. അതിന് പല മോഡ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നോർമൽ ഉണ്ട്, സോഫ്റ്റ് ഉണ്ട്, പൾസ് ഉണ്ട്, DIY ഉണ്ട്. ഇതിൽ സോഫ്റ്റ് ആണ് ബിഗിനേഴ്സിന് പറയാം. നമ്മൾ അതുമായിട്ട് കുറച്ച് യൂസ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും നോർമലിലേക്ക് സ്വിച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൾസ് ഉണ്ട്, DIY ഉണ്ട്, അങ്ങനെ പല മോഡ്സ് ഉണ്ട് ഇതിൽ. അതുപോലെ ഇതിൻ്റെ ചാർജ് എത്രയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ബട്ടൺ, ഈ മോഡിൻ്റെ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എത്ര ചാർജ് ഉണ്ടെന്ന് അറിയാം. ഇപ്പം 3 എണ്ണം കത്തിയിട്ടുണ്ടെങ്കിൽ ആ 3 ചാർജ് ഉണ്ട്. നോർമലും കൂടെ കത്തുകയാണെങ്കിൽ ഫുൾ ചാർജ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറൊരു ഗുണമാണ്, ഇത് ചാർജബിൾ ആണ്. ഇങ്ങനെ ഒരു പൗച്ചും കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. നല്ലൊരു സോഫ്റ്റ് സാറ്റിനി ഫീലുള്ള ഒരു പൗച്ചാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്നത് ഈ ഐറ്റംസ് വരും. അതിൻ്റെ കൂടെ ഒരു ചാർജർ. ഇതൊരു നമ്മുടെ USB ടൈപ്പ് ചാർജറാണ്. ഇത് നമ്മുടെ ഏതെങ്കിലും ഫോണിൻ്റെ ചാർജറോ ഏതെങ്കിലും ഹെഡിലേക്ക് കുത്തിയിട്ട് നമുക്ക് ഈ സാധനം ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ 2 നോസൽസ് വരുന്നുണ്ട്. സോ ഇതിനാണ് ഇതിൻ്റെ നോസൽ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഊരിയെടുക്കാം. ഇതുപോലെ ഊരിയെടുക്കാം. ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ 2 പേർക്ക് വേണമെങ്കിൽ അറ്റ് ദ സെയിം ടൈം ഉപയോഗിക്കാം. നിങ്ങൾ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോസൽസ് മാറ്റിയിട്ട് 2 പേർക്ക് ഉപയോഗിക്കാം. സോ സെയിം സാധനം
സെയിം നോസിൽ ഒരെണ്ണം കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ ഓർക്കുന്നില്ല. ഞാൻ ആമസോൺ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പല കാര്യങ്ങളും ഞാൻ ലിങ്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് വിട്ടുപോകാറുണ്ട്. ഇത് ഫോർ ഷുവർ ഞാൻ വിട്ടുപോയില്ല, ഞാൻ എന്തായാലും ലിങ്ക് ചെയ്യാം. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ ഡെൻറ്റൽ ഹൈജീനിലൊക്കെ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അതിൽ ശ്രദ്ധ കൊടുക്കണം. നിങ്ങളുടെ വായ കുറച്ചും കൂടെ ഫ്രഷ് ആക്കി വെക്കണം. നിങ്ങൾക്ക് ബാഡ് മൗത്ത് ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് നിങ്ങൾ ഒരു വാട്ടർ ഫ്ലോസർ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത് അവർ സജസ്റ്റ് ചെയ്യുന്നത് എവറി മീൽ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും എവറി ഡേ വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ഈ സാധനം ഞാൻ പറഞ്ഞല്ലോ ചാർജബിൾ ആണെന്നുള്ളത്. ഈ ഫ്ലോസർ ഞാൻ വാങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 4 മാസത്തിൻ്റെ അടുത്തായി. വാങ്ങിയ സമയത്ത് ഞാനൊരു ഫുൾ ചാർജ് ചെയ്തതാണ്. പിന്നെ ഇതുവരെ എനിക്ക് ചാർജ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ കണ്ടല്ലോ 3 ടാബ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത് കുറേ നാളും കൂടി ഇങ്ങനെ പോകും. സോ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ചാർജ് നിൽക്കുന്നൊരു സാധനമാണ്. അതുപോലെ തന്നെ ക്വാളിറ്റി വൈസ്, പെർഫോമൻസ് വൈസ് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം നല്ല സ്റ്റഡിയാണ്. ഇവിടെ ഒരു ഗ്രിപ്പൊക്കെ ഉണ്ട്. നല്ലോണം നമുക്ക് എന്താ പറയുക, ഒരു വിശ്വാസം തോന്നുന്നൊരു സാധനമാണ്. അതുപോലെ യൂസ് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് തംസപ്പ് ആണ്. അപ്പോൾ ഞാൻ കൊടുത്തേക്കാം. അതിൻ്റെ കൂടെ ഒരു മാനുവലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സോ അപ്പോൾ ഇതാണ് ടോട്ടൽ സാധനം. ഇത് ഞാൻ ലിങ്ക് ചെയ്ത് കൊടുത്തേക്കാം. എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത സാധനം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലും യൂട്യൂബിലും ഒക്കെ കുറേ കണ്ടിട്ടുണ്ടാവും. ഈയിടെയൊക്കെ ഭയങ്കര ട്രെൻഡായിരുന്നു നമ്മുടെ ഹെയർ ഹീറ്റ്ലെസ് കേൾസ് ചെയ്യുന്നത്. അതിന് പലതരത്തിലുള്ള ഹീറ്റ്ലെസ് കേൾസ് ചെയ്യാനുള്ള ഫോം റോളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊരെണ്ണമാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് സ്മോൾ ബെൻഡി ഹെയർ റോളേഴ്സ് ആണ്. ഈ സ്പെസിഫിക് ഹെയർ റോളർ തന്നെ വേണമെന്നില്ല. ഇതിപ്പോൾ ഞാൻ വാങ്ങിയത് ഇവിടെ പ്രൈമാർക്ക് ഉണ്ട്. അതായത് ഇവിടെ അതിന് പറയുന്നത് പെനീസ് എന്നാണ്. പെനീസിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് 2.5 യൂറോസ് ആയിരുന്നു ഇതിൻ്റെ പ്രൈസ്. ഇതിൽ എത്ര എണ്ണം വരുന്നത്? ഇതിലെനിക്ക് തോന്നുന്നു ഒരു 10-12 എണ്ണം ഉണ്ട് റോളേഴ്സ്. ഇത് ഞാൻ എന്തിനാ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെയർ ഇപ്പം ഞാൻ ഷോർട്ടാക്കിയല്ലോ. അപ്പോൾ അതുകൊണ്ട് മറ്റേ വലിയ ഫോം റോളേഴ്സ് വെച്ചിട്ട് കേൾ ചെയ്യാനുള്ള ഹെയറിന് ലെങ്ത് ഇല്ല എനിക്ക്. അപ്പോൾ എനിക്ക് വേണ്ടിയിരുന്നത് ഇതുപോലത്തെ ചെറിയ ചെറിയ കേൾസ് ചെയ്യാനുള്ള റോളേഴ്സ് ആയിരുന്നു. അപ്പോൾ പെനീസിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടി. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് റോൾ ചെയ്യണേന്നൊന്നും ഞാനിന്ന് കാണിക്കുന്നില്ല. അത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഷോർട്സ് ആയിട്ട് ഇടാം. പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്താ പറയുക വീഡിയോസ് കാണാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ ഇതെടുക്കുന്നു, ഒരു ചെറിയൊരു പീസ് മുടി എടുക്കുന്നു, അതിലിങ്ങനെ ചുറ്റി നമ്മൾ ഇതിങ്ങനെ മുടിയുടെ അറ്റത്ത് കൊണ്ട് ഇതുപോലെ ലോക്ക് ചെയ്ത് നമ്മൾ മുടിയിൽ വെക്കും. അത്രയാണ് സംഭവമുള്ളൂ. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽസ് കാണാം. ഇതിൻ്റെ ഒരു ഗുണം എനിക്ക് തോന്നിയത് ഒബ്വിയസ്ലി ഹീറ്റ്ലെസ് കേൾസ് ആണ്. നമ്മളിപ്പോൾ ഈ അല്ലാത്ത കേൾസ് സ്ട്രെയിറ്റ്നർ വെച്ചൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ ഒത്തിരി ഹീറ്റ്, കേളർ വെച്ച് ചെയ്തെടുക്കണമെങ്കിൽ ഒത്തിരി ഹീറ്റ് മുടിയിലേക്ക് അപ്ലൈ ആവും. അതൊന്നും ഇല്ലാണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഒരു സെമി വെറ്റായിട്ടുള്ള മുടിയിൽ ഇത് വെച്ചിട്ട് മുടി കേൾ ചെയ്ത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1 hour ഒക്കെ ഇരുന്നാൽ മതി മാക്സിമം. നല്ല അടിപൊളിയായിട്ട് കേളാവും. ഇത് ഇന്നിപ്പോൾ ഞാൻ കുളി കഴിഞ്ഞിട്ട് ഒരു 1/2 മണിക്കൂർ വെച്ചതിൻ്റെയാണ് ഈ മുടി ഇങ്ങനെ കേളായിട്ട് കിടക്കുന്നത്. നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണണ്ടോയെന്ന് അറിയില്ല. ഞാൻ വേണമെങ്കിൽ സൈഡിൽ എൻ്റെ ഫോണിൽ വീഡിയോസ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഞാൻ ലിങ്ക് ചെയ്യാം. ഇവിടെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. നല്ല ചെറിയ ടൈറ്റ് കേൾസ് കിട്ടാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ സ്ട്രേറ്റ് മുടിയാണ് ഇഷ്ടം, ചിലപ്പോൾ ഇതുപോലെ കേൾ ചെയ്യാൻ ഇഷ്ടമാണ്. ഈ സാധനം കിട്ടിയതിന് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഷോർട്ട് ഹെയർ ഉള്ളവരാണെങ്കിൽ, സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കേൾ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ ഈ സാധനം വാങ്ങിച്ചു നോക്കുക. ഇതും ഞാൻ ഇന്ത്യൻ ആമസോണിൽ നോക്കിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കിട്ടുകയാണെങ്കിൽ. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ കടകളിലും ചോദിച്ചു നോക്കാം. ഇതുപോലത്തെ ഫോം ഹെയർ റോളേഴ്സൊക്കെ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. ചെറിയ ടൈറ്റ് റോൾസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ, ടൈറ്റ് കേൾസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു തിക്നെസ് ഉള്ള ഫോം റോളേഴ്സ് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. അതല്ല ലൂസ് കേൾസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയുള്ള അല്ലെങ്കിൽ തിക്നെസ് ഉള്ള ഫോം റോളേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ലൂസായിട്ടുള്ള കേൾസ് കിട്ടും. സോ ഇന്നത്തെ എൻ്റെ ഹെയർ സ്റ്റൈൽ ഇത് വെച്ചിട്ട് ചെയ്തതാണ്. ഇപ്പം ശരിയായിട്ടൊന്നും ചെയ്തിട്ടില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ കുളിച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തു. പിന്നെ ഒന്ന് സെറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. ഞാനൊന്നും തന്നെ ചെയ്യാണ്ടാണ് വന്നിരിക്കുന്നത്. ഒരു ലിപ്പ് ഓയിൽ മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ മുഖത്ത്.
മുടിയിലൊന്നും ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായില്ല, പേഷ്യൻസും ഉണ്ടായില്ല. അപ്പോൾ അത് കാരണം ഇത് കറക്റ്റായിട്ടല്ല, ബട്ട് നല്ലൊരു ഹെയർ ഓയിലോ ഹെയർ സ്റ്റൈലിംഗ് ഓയിലോ ഹെയർ സ്പ്രേയോ ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിടക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത സാധനം, നിങ്ങൾ എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ പലവട്ടം ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ട് മടുത്തിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ കാണിക്കാം. എൻ്റെ 2 ലിറ്റർ വാട്ടർ ബോട്ടിലാണിത്. ഇത് ഞാൻ ഏതൊക്കെയോ വീഡിയോസിൽ ഇത് വാങ്ങിച്ച വീഡിയോ കാണിച്ചിട്ടുണ്ട്, പിന്നെ ഏതൊക്കെയോ വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ വാട്ടർ ഗോൾസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണിത്. നിങ്ങൾക്കിത് ഇങ്ങനൊരു കുപ്പിയുടെ ആവശ്യമൊന്നുമില്ല, ഞാൻ അല്ലാണ്ട് ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചോളാം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കുപ്പി ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു മോട്ടിവേഷനാണ് വെള്ളം കുടിക്കാനായിട്ട്. ഇതിൽ ഓരോ ടൈം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി 2 ലിറ്ററേ ഉള്ളൂ, മിനിമം 3 ലിറ്റർ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ടൈം വലിയ കാര്യമാക്കണ്ട, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഒരു ബെഞ്ച് മാർക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ഒരു മനസ്സിലൊരു കാൽക്കുലേഷൻ വേണം. ഓക്കെ, ഞാനിപ്പോൾ ഇത്ര വെള്ളം കുടിച്ചു, ഇനി ഇത്രയും കൂടെ കുടിക്കണം എന്നൊക്കെ ഒരു കാൽക്കുലേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലതാണ്. അപ്പോൾ ടൈം വെച്ചിട്ടുള്ള ഒരു മാർക്കിങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ml വീതം കുടിച്ചു എന്ന് അറിയണമെങ്കിൽ പുറകിൽ അങ്ങനത്തെ മെഷർമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനിങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കാനൊരു ഗ്രിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇതുപോലത്തെ ഒരു സംഭവമുണ്ട്. അതുപോലെ നിങ്ങൾക്കിത് ബാഗിലൊക്കെ വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ മറിഞ്ഞു പോകാണ്ട് വെള്ളം ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുറക്കണ അടപ്പാണ് കേട്ടോ. അപ്പോൾ വെറുതെ പ്രസ്സായിട്ട് തുറന്നു പോകുന്നുള്ള പേടിയുണ്ടെങ്കിൽ അതിനിവിടെ ഒരു ലോക്ക് ഉണ്ട്. സോ എല്ലാം കൊണ്ടും എനിക്കിഷ്ടമാണ്. ലൈക്ക് ഇതുകൊണ്ട് ഇപ്പം ഞാൻ പ്രത്യേകിച്ച് അങ്ങ് ട്രാവലൊന്നും ചെയ്യണില്ല, ബട്ട് സ്റ്റിൽ വീട്ടിൽ എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ്, തണുപ്പ് കൂടി വരികയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ദാഹിക്കില്ല, വെള്ളം കുടിക്കാനേ തോന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനൊരു സാധനം മുന്നിലിരിക്കുമ്പോൾ നമുക്ക് ഓക്കെ വെള്ളം കുടിക്കണം, ഇത്ര മണിയായി, അത്ര ഞാൻ വെള്ളം കുടിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അത് കുടിക്കണം എന്നുള്ളൊരു നമുക്ക് മനസ്സിലൊരു ബോധം ഉണ്ടാവും. ആ വെള്ളം കുടിക്കാൻ നമ്മൾ ഓർക്കുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. എന്നെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മിനിമം ഒരു 2 ലിറ്റർ വെള്ളം ഈ തണുപ്പത്ത് കുടിക്കാൻ എന്നെ കൊണ്ട് അതുകൊണ്ട് പറ്റുന്നുണ്ട്. 2 ലിറ്റർ പോരാ എനിക്കറിയാം, ബട്ട് സ്റ്റിൽ അതുപോലും ഞാൻ കുടിക്കുന്നില്ലായിരുന്നു ഒരു ഇടയ്ക്ക്. ഞാൻ നല്ലോണം അത്യാവശ്യം വെള്ളം കുടിക്കുന്ന ആളാണ്, എന്നിട്ട് പോലും എനിക്കത് പറ്റുന്നില്ലായിരുന്നു ഇവിടെ കുറച്ചിടെയായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വെള്ളം കുടിക്കാൻ മടിയുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു സാധനം വാങ്ങിക്കുക, എന്നിട്ട് അതിൽ വെള്ളം എടുത്തിട്ട് കൂടെ കൊണ്ട് നടക്കുക. എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് അതുപോലെ നല്ല ക്യൂട്ടല്ലേ കാണാനായിട്ട്, നമുക്കൊരു മോട്ടിവേഷനൊക്കെ വരും വെള്ളം കുടിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ആ വാട്ടർ ബോട്ടിൽ ലിങ്ക് ചെയ്ത് കൊടുക്കാം, ആമസോണിൽ നിന്ന് ലിങ്ക് കിട്ടും. ഇത് ഞാൻ ഇവിടുന്ന് പെനീസിൽ നിന്ന് വാങ്ങിച്ചതാണ്, പക്ഷേ ആമസോണിൽ ലിങ്ക് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ അത് തപ്പി കണ്ടുപിടിച്ച് ലിങ്ക് ചെയ്ത് കൊടുത്തേക്കാം. അടുത്തതാണ് എൻ്റെ ഫേവററ്റ് ഐറ്റംസ്, എൻ്റെ റീസെൻറ്റ് ഫേവററ്റ് ആണ്. നിങ്ങൾ എൻ്റെ ഓൾറെഡി ഷോർട്സ് കണ്ടു കാണണം. റെയർ ബ്യൂട്ടിയുടെ ലിപ്പ് ഓയിൽസ് ആണിത്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഒരെണ്ണം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവണം, ഒരെണ്ണം പുറകെ വരുന്നുണ്ട്. ഒരെണ്ണം ഷെയ്ഡ് ഓണസ്റ്റി, ഒരെണ്ണത്തിൻ്റെ ഷെയ്ഡ് സെറനിറ്റി. ഓണസ്റ്റി എന്ന് പറയുന്നത് ഒരു ന്യൂഡിഷ് ബ്രൗൺ ഷെയ്ഡാണ്, സെറനിറ്റി എന്ന് പറയുന്നത് ഒരു ന്യൂഡ് പിങ്ക് ഷെയ്ഡാണ്. രണ്ടും വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഷെയ്ഡുകളാണ്. നമ്മുടെ മൈ ലിപ്സ് ബട്ട് ബെറ്റർ എന്ന് പറയുന്നൊരു ഷെയ്ഡ് പോലെ വരും. അതുപോലെ ലിപ്പ് ഓയിൽസിൻ്റെ ആസ് സച്ച് കാര്യം പറയുകയാണെങ്കിൽ നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്, നല്ല പ്ലംപ് ആക്കും. അതുപോലെ ഇതിൻ്റെ ഒരു ഷീൻ ഉണ്ടല്ലോ, ലിപ്പ് ഓയിൽ എന്ന് പറയുമ്പോൾ അതിനൊരു ഷീൻ ഉണ്ടാവും. ആ ഷീൻ ചിലപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അങ്ങ് പോവും, പക്ഷേ ആ ടിൻറ്റ് നമ്മുടെ ചുണ്ടിൽ തന്നെ നിൽക്കും, കുറേ നേരത്തേക്ക് നിൽക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കുടിച്ചാലൊക്കെ പോലും ഷീൻ പോയാൽ പോലും ടിൻറ്റ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ലിപ്പ് ഓയിൽസ് ആണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പാക്കേജിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ ഷോർട്സിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. ഇത് ഇന്ത്യയിൽ സെഫോറയിൽ അവൈലബിൾ ആണ്. കേരളത്തിൽ സെഫോറ ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷേ നിങ്ങൾ ഓൺലൈൻ നോക്കിയാലും സെഫോറയിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാം. ഐ നോ കുറച്ച് പ്രൈസിയാണ്, റെയർ ബ്യൂട്ടി ആയതുകൊണ്ട് തന്നെ. റെയർ ബ്യൂട്ടി എല്ലാവർക്കും അറിയായിരിക്കും, സെലീന ഗോമസിൻ്റെ ബ്രാൻഡാണ്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് പ്രൈസിയാണ്. പക്ഷേ നിങ്ങളുടെ ബഡ്ജറ്റിൽ വരുന്നൊരു സാധനമാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലിപ്പ് ഓയിൽസ് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ലിപ്പ് ഗ്ലോസസ് ഇഷ്ടമാണ്, ലിപ്പ് ടിൻസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടംപോലെ ഷെയ്ഡ്സ് ഉണ്ട്. എൻ്റെ കയ്യിൽ 2 ഇതല്ലാണ്ട് ഇഷ്ടംപോലെ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്വാച്ചസ് കാണണമെങ്കിൽ, എൻ്റെ കുറച്ച് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ചുണ്ടിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഷോർട്സ് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിലുള്ളതാണെങ്കിൽ, ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അങ്ങനെ ഞാൻ നമ്മുടെ ലാസ്റ്റ് ഐറ്റത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അടുത്തത് ഒരു ബോഡി മിസ്റ്റാണ്. ബോഡി മിസ്റ്റിനെ കാണിക്കുന്നതിന് മുന്നേ ഞാൻ എനിക്കിഷ്ടമുള്ള ഫ്രേഗ്രൻസ് ടൈപ്പ് എന്ന് പറയാം. എനിക്കിഷ്ടമുള്ളത് മോസ്റ്റ്ലി ഗോമാൻ ഫ്രേഗ്രൻസസ് ആണ്, ലൈക്ക് വനീല, കൊക്കോ,
അല്ലെങ്കിൽ ഷിയ ബട്ടർ, അതിൻ്റെയൊക്കെ ആ ഒരു സ്മെൽ ലൈക്ക് ഒരു എഡിബിൾ സെൻസ്, അതാണ് ബേസിക്കലി. അപ്പോൾ പിസ്താഷ്യോ അങ്ങനത്തെ കുറച്ച് വാം ആയിട്ടുള്ള എഡിബിൾ ആയിട്ടുള്ള സെൻസാണ് എനിക്കിഷ്ടം. അതിൻ്റെ കൂടെ തന്നെ അതിനൊരു മസ്കി അണ്ടർടോൺ വരികയാണെങ്കിൽ അതാണ് എൻ്റെ ഫേവററ്റ് ഫ്രേഗ്രൻസസ്. നിങ്ങൾ എൻ്റെ ബോഡി മിസ്റ്റ് കളക്ഷൻ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അത് കുറച്ച് പഴയതാണ്, അത് കഴിഞ്ഞ് ഇപ്പോൾ കുറേ സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു ഫ്രേഗ്രൻസ് ടൈപ്പ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇന്ത്യയിലെ ഫ്രേഗ്രൻസുകളുടെ ഒരു സജഷൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബോഡി മിസ്റ്റ് കളക്ഷൻ വീഡിയോ ഉണ്ട്, എൻ്റെ പെർഫ്യൂം കളക്ഷൻ വീഡിയോ ഉണ്ട്. ഇത് രണ്ടും ഞാൻ മുകളിൽ ലിങ്ക് ചെയ്തേക്കാം, നിങ്ങൾ കണ്ടു നോക്കുക. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്ലം ബോഡി ലവിങ്ങിൻ്റെ ബോഡി മിസ്റ്റ് ആണ്, ഇൻ ദ വേരിയൻറ്റ് സ്മോക്കിംഗ് വനില. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ബോട്ടിലിരിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ ലാസ്റ്റ് നൈക്ക ഹോളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നാട്ടിൽ നിന്ന് കുറേ ബോഡി മിസ്റ്റൊക്കെ വാങ്ങിയ കാര്യം. അന്ന് ആ ഹോളിൽ കാണിക്കാനായിട്ട് ഈ സാധനം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഓൺ ദ വേ ആണ്, അതിന് മുന്നേ ഞാൻ ഷൂട്ട് ചെയ്തു. സോ അപ്പോൾ ഇതാണ് സാധനം. ബോട്ടിൽ കണ്ടാൽ അറിയാം ഞാൻ ഓൾറെഡി കുറേ യൂസ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണെന്നുള്ളത്. എനിക്ക് വിൻറ്റേഴ്സിൽ പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഒരു വാം, എന്താ പറയുക, സ്മോക്കി വാം ഫ്രേഗ്രൻസ് ആണ് എനിക്കിഷ്ടം. ഇതിൻ്റെ ഫ്രേഗ്രൻസ് നോട്ട്സ് പുറകിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ അത് വായിച്ചു തരാം. ടോപ്പ് നോട്ട് വരുന്നത് ഹണി സക്കിൾ ആൻഡ് വുഡി, ഹാർട്ട് വരുന്നത് വനില ആൻഡ് ബോൾസം, ബേസ് വരുന്നത് ആംബർ ആൻഡ് മസ്ക്. സോ അതുകൊണ്ട് എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും കമ്പൈൻഡ് ആയിട്ടുള്ളൊരു സാധനമാണിത്. അതുപോലെ ഇതിന് ലാസ്റ്റിംഗ് പവറും അത്യാവശ്യം നല്ലതാണ്, കാരണം ഇതൊരു ബോഡി മിസ്റ്റാണ്. അപ്പോൾ പെർഫ്യൂമിൻ്റെ അത്രയും ലാസ്റ്റിംഗ് പവർ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. എന്നിട്ട് പോലും ഇത് അത്യാവശ്യം നല്ലോണം ലാസ്റ്റ് ചെയ്യും. ഡ്രസ്സിൽ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് 2 ദിവസം വരെയൊക്കെ നിൽക്കും. ബോഡിയിൽ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി പെട്ടെന്ന് പോകും, കുറച്ച് മണിക്കൂറുകളിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ അധികം വിയർക്കാത്തത് കൊണ്ട് എനിക്ക് നല്ലോണം ലാസ്റ്റ് ചെയ്യാറുണ്ട്. നാട്ടിലാണെങ്കിൽ പെട്ടെന്ന് ഇതിൽ സ്പീഡിൽ പോകും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. ലാസ്റ്റിംഗ് പവർ നല്ലതാണ്, ഫ്രേഗ്രൻസ് അടിപൊളിയാണ്. അതുപോലെ ഇത് എത്ര ml ആണ്? ഇത് 150 ml ആണ്. ഇതിൻ്റെ പ്രൈസ് അറൗണ്ട് ഒരു 450 എന്തോ ഉണ്ടായിരുന്നു, പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് ഇറ്റ്. നല്ല സാധനമാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയൊക്കെയായിരുന്നു എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള 5 ഐറ്റംസ്. ഞാൻ പറഞ്ഞല്ലോ വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എനിക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഐറ്റംസാണ് ഈ 5 സാധനങ്ങൾ. ഓൾമോസ്റ്റ് ഡെയിലി ഞാൻ ഈ എല്ലാ സാധനങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണം തോന്നിയത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് ഒക്കെ താഴെ എഴുതി അറിയിക്കുക. അതുപോലെ എൻ്റെ മറ്റ് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.